അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ അപമാനിച്ച വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടി. പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പവിത്രൻ്റെ മറുപടി ലഭിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ടിൻഡു ദാസ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ടിൻഡു, നമ്മളെല്ലാം കണ്ടതാണ്, ഒരു മലയാളി മരണപ്പെട്ടു. രഞ്ജിത നായരെ അപമാനിച്ചുകൊണ്ടാണ് വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രൻ ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് ഇട്ടത്. അതിനുശേഷം അദ്ദേഹം പിൻവലിച്ചെങ്കിലും അത് വലിയ അപമാനം ആയി. ഇപ്പോഴിതാ പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടിയിലേക്ക് പോകണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു റവന്യൂ മന്ത്രി. നേരത്തെ തന്നെ നമുക്കറിയാം, കാസർഗോഡ് ജില്ലാ കലക്ടർ ഇദ്ദേഹം സർവീസിൽ തുടരാൻ യോഗ്യനല്ല എന്ന രീതിയിലുള്ളൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ചേർത്തുകൊണ്ടാണോ കടുത്ത ശിക്ഷാ നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ ടിൻഡു? അനിൽ നമ്പ്യാർ, ഈ പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് കടക്കാനാണ് റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം വന്നിട്ടുള്ളത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിത നായരെ ഈ അപമാനിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ഇടുകയും പിന്നീട് അത് പ്രചരിക്കുകയും ചെയ്തത് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. ഈ പവിത്രനെതിരെ വകുപ്പ് തല നടപടികളൊക്കെ എടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ സസ്പെൻഷനാണ് നൽകിയിരുന്നത്. ഈ സസ്പെൻഷന് പോരാ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള ഒരാളെ ഇത് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ഇടുകയും ചെയ്ത ഈ പവിത്രനെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാനാണ് വകുപ്പ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടി ആരംഭിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായിട്ട് മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ വിമാനാപകടത്തിൽ അനുശോചിച്ച് മറ്റൊരാളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ഇത്തരത്തിൽ ഈ രഞ്ജിത നായരെ അപമാനിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഇട്ടത്. അതിനുശേഷം ഈ കമന്റ് വലിയ രീതിയിൽ പ്രചരിക്കുകയും ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ നടപടി വേണമെന്ന ശുപാർശകളൊക്കെ വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നൽകിയത്. സസ്പെൻഷന് പിന്നാലെ കടുത്ത നടപടികളൊക്കെ എടുക്കാൻ കടുത്ത നടപടികളിലേക്ക് പോകാമെന്ന് റവന്യൂ വകുപ്പ് തീരുമാനിക്കുന്നു. ഇതിന് മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകുന്നു. ഈ നിർദ്ദേശപ്രകാരം ആദ്യഘട്ടത്തിലൊരു സർവീസ് മെമ്മോ നൽകും. ഈ മെമ്മോയ്ക്ക് വ്യക്തമായ മറുപടി കിട്ടിയില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക്, ഒരുപക്ഷെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. കൂടുതലെന്തായാലും ഒരുപക്ഷെ മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ, ഒരുപക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ പോലും ഒരു മറ്റുള്ള സമൂഹത്തിന് നല്ല സന്ദേശം നൽകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ പവിത്രന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് ഈ പവിത്രനെതിരെ ശിക്ഷാ നടപടികളിലേക്ക് കടക്കാം. സർവീസ് റൂൾ പ്രകാരമുള്ള ശിക്ഷാ നടപടികളായിരിക്കും നൽകുക. ആദ്യഘട്ടത്തിൽ സസ്പെൻഷൻ, പിന്നീട് മെമ്മോയ്ക്ക് വ്യക്തമായ മറുപടി കിട്ടിയില്ലെങ്കിൽ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. സിപിഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ നേതാവ് കൂടിയാണ് ഈ പവിത്രൻ. അപ്പോൾ ആ ഒരു പരിഗണന പോലും റവന്യൂ വകുപ്പ് കൊടുത്തില്ല. അപ്പോൾ വളരെ സുതാര്യമായിട്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അങ്ങനെ പറയാമെങ്കിലും പക്ഷേ ഈ വിഷയം, ഒരുപക്ഷെ ഈ കമന്റ് വന്ന വിഷയം നമ്മൾ ഉൾപ്പെടെ വാർത്തയാക്കുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിനെ തന്നെ നാണക്കേടാക്കുന്ന രീതിയിലുള്ള ഒരു കമന്റ് ആയിരുന്നു. അത്തരത്തിലുള്ള രീതിയിലാണ് ഈ കമന്റുകൾ പ്രചരിക്കുകയും ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തു. ഒരുപക്ഷെ ഇയാളെ സംരക്ഷിക്കുകയായിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഈ വകുപ്പിനെയും അതോടൊപ്പം തന്നെ ഈ നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ സിപിഐയുടെ സർവീസ് സംഘടനയായിട്ടുള്ള സർവീസ് സംഘടനകളെയൊക്കെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുമായിരുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ ബാധിക്കാത്ത രീതിയിൽ വളരെ തന്ത്രപ്രധാനമായിട്ട് ആദ്യം സസ്പെൻഷൻ എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയും പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ
നടപടി എടുക്കാമെന്ന് മന്ത്രി ഉൾപ്പെടെ പ്രതികരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇയാളെ സസ്പെൻഷൻ ചെയ്താലും അല്ലെങ്കിൽ സസ്പെൻഷൻ ആക്കിയാൽ ഇയാൾ ചെയ്ത നീചകൃത്യം ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണെന്ന് വീണ്ടും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആ വിമർശനങ്ങളൊക്കെ ഉയർന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ ഇയാൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് വകുപ്പ് തീരുമാനിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർവീസ് സംഘടനകൾ ഉൾപ്പെടെ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എടുക്കുന്നത്. എന്തായാലും ഒരു മെമ്മോ അയച്ച ആ മെമ്മോയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ആ മെമ്മോയ്ക്ക് ഒരു നിശ്ചിത കാലാവധി 15 ദിവസത്തെ കാലാവധി നൽകും. ഈ കാലാവധിക്കുള്ളിൽ വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ ഇയാളെ പുറത്താക്കുന്നത് ഉൾപ്പെടെ നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. നമ്പ്യാർ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ അപമാനിച്ച വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടി. പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പവിത്രൻ്റെ മറുപടി ലഭിച്ച ശേഷം നടപടികളിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.